മുക്കം പോലീസും കുന്നമംഗലം എക്സൈസും സംയുക്തമായി മുക്കം നഗരസഭയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളിലും കാരശ്ശേരി പഞ്ചായത്തിൽ നേരത്തെ ലഹരി കേസുകളിൽ കുടുങ്ങിയ ആളുകളുടെ വീടുകളിലും റെയ്ഡ് നടത്തി. ലഹരിക്കെതിരെയുള്ള എക്സൈസിന്റെ ക്ലീൻ സ്റ്റേറ്റ്, കേരള പോലീസിന്റെ ഡി ഹണ്ട് എന്നിവയുടെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത്. മുക്കം പോലീസും കുന്നമംഗലം എക്സൈസും സംയുക്തമായാണ് മുക്കം നഗരസഭയിലെ ഹോട്ട്സ്പോട്ടുകളിലും കാരശ്ശേരി പഞ്ചായത്തിലെ നേരത്തെ ലഹരി കേസുകളിൽ കുടുങ്ങിയ ആളുകളുടെ വീടുകളിലും റെയ്ഡ് നടത്തിയത്. ലഹരിക്കെതിരെ കേരള എക്സൈസിന്റെ ക്ലീൻ സ്റ്റേറ്റ്, കേരള പോലീസിന്റെ ഡി ഹണ്ട് എന്നിവയുടെ ഭാഗമായായിരുന്നു റെയ്ഡ്. നഗരസഭയിലെ ഹോട്ട്സ്പോട്ടായ മുക്കം വെന്റ് പൈപ്പ് പാലം പരിസരവും ലഹരി ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കേസിൽ കുടുങ്ങിയ പ്രതികളുടെ കാരശ്ശേരി പഞ്ചായത്തിലെ വലിയ പറമ്പ്, കറുത്തപറമ്പ്, മാടകശ്ശേരി എന്നിവിടങ്ങളിലെ വീടുകളിലുമാണ് റെയ്ഡ് നടത്തിയത്. 3 വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായില്ല. നേരത്തെ കേസിൽ കുടുങ്ങിയ ആളുകൾ ഇപ്പോഴും ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുന്നതായും ഉപയോഗിക്കുന്നതായും പോലീസിനും എക്സൈസിനും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർ നിരീക്ഷണത്തിലാണെന്നും മുക്കം എസ് ഐ ശ്രീജിത്ത് പറഞ്ഞു. ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും മയക്കുമരുന്നിന്റെ വ്യാപകവുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കേരള പോലീസും സംയുക്തമായി നടത്തുന്ന റെയ്ഡ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടും മുൻ NDPS കേസിൽപ്പെട്ട പ്രതികളുടെ വീട്ടിൽ NDPS വിൽപ്പനയ്ക്കായി കൈവശം വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. നിലവിൽ ഇന്ന് റെയ്ഡ് കണ്ടക്ട് ചെയ്തതിൽ നമുക്ക് കോൺട്രാബാൻഡ് ഐറ്റംസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തുടർന്നും ഇത്തരത്തിലെ മുൻ കേസുകളിൽ പെട്ട പ്രതികളുടെ വീട് വീണ്ടും റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ സെർച്ച് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 9 മണിയോടെയാണ് അവസാനിച്ചത്. മുക്കം എസ് ഐ ശ്രീജിത്തിന്റെയും കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ TK നിഷിൽ കുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ന്യൂസ് ബ്യൂറോ, മുക്കം.